സത്യാവസ്ഥ ഇവരൊക്കെ ഉണ്ടോന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ ചിലപ്പോ കാണാം കേട്ടോ. ബോളിവുഡിൽ നിന്നും ഒക്കെ കാണാം. അല്ല അതിപ്പോ ഞാൻ ചേർത്താണ്. സർപ്രൈസ് ഉണ്ട്. പിന്നെ 3 കാലഘട്ടമല്ല 2 കാലഘട്ടം. ഒരു മാസം മുന്നേ കണ്ടതാണ്. അന്ന് എന്നെ മോളായിട്ട് അഭിനയിക്കാൻ വിളിക്കാന്നുണ്ട് സജിച്ചേട്ടൻ മുങ്ങിയതാണ്. നിരോധന കുപ്പി എന്ന ചലച്ചിത്രത്തെ പറ്റി ഒരു നിമിഷത്തിനപ്പുറം ആംഗലേയ പദങ്ങളില്ലാതെ സംസാരിക്കും. ഞാൻ പഠിച്ചതല്ല ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. ഊട്ടിയിലെ ബോർഡിംഗ് സ്കൂൾ ഇംഗ്ലീഷുകാരാണ്. സജിച്ചേട്ടൻ പറയാൻ പറ്റുമോ? ട്രൈ ചെയ്യാം. ഇതൊക്കെ പറയാൻ പറ്റും. ഇവര് മലയാളം മീഡിയം പഠിച്ച ആൾക്കാർ. ഏറ്റവും അധികം കിണങ്ങി ശ്രമിച്ചത് എന്തിന്? ഹാർഡ് വർക്കാണ്. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ജോയ് ഓഫ് ജ്വല്ലറി ഷോപ്പിംഗ്. ബിഗസ്റ്റ് ജോയ് ഓഫ് ജ്വല്ലറി ഷോപ്പിംഗ് ഇതാ ആരംഭിച്ചു. ജ്വല്ലറി ഷോപ്പിംഗിന്റെ യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയൂ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. ഹായ് ഹലോ, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഞാൻ മെഹർ ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള നമ്മുടെ ഏറ്റവും പുതിയ ചിത്രമായ ഫ്ലാസ്കിന്റെ വിശേഷങ്ങളുമായി സുരേഷ് കൃഷ്ണ, സൈജു കുറുപ്പ്, സിദ്ധാർത്ഥ് ഭരതൻ ആൻഡ് രാഹുൽ റിജി നായർ. നമസ്കാരം. ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഓക്കെ, സൈജുചേട്ടൻ ഞാനിപ്പോ എനിക്ക് തോന്നുന്നു 1 മാസം മുന്നേ കണ്ടതാണ്. അന്ന് എന്നെ മോളായിട്ട് അഭിനയിക്കാൻ വിളിക്കാന്നുണ്ട് സൈജുചേട്ടൻ മുങ്ങിയതാണ്. അന്ന് എന്റെ അടുത്ത് ചോദിച്ചില്ലേ, ദൈവം വന്ന് 3 വരങ്ങൾ തരുവാണെങ്കിൽ എന്തായിരിക്കും? അപ്പൊ ഇങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഈ 1 മാസത്തെ വിശേഷങ്ങൾ? എന്തൊക്കെയായിരുന്നു? ഈ 1 മാസം വളരെ ഗംഭീരമായ മാസമായിരുന്നു. ഒന്ന് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് തിയേറ്ററിൽ റിലീസായി. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. ഇവൻ ദോ നമ്മള് വിചാരിച്ച ഒരു ഭയങ്കര കളക്ഷൻ തിയേറ്ററിൽ നിന്നും ഉണ്ടായില്ല. ബട്ട് വീണ്ടും നമ്മൾ ഹോപ്പോടുകൂടി ഇരിക്കുകയാണ്. ഇത് അതർ പ്ലാറ്റ്ഫോംസിൽ വരുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ഇത് ഒരുപാട് ആൾക്കാർ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്ന്. പിന്നെ അഭിലാഷം ഈ പറഞ്ഞ പോലെ ആമസോൺ പ്രൈം വീഡിയോയിലും ഇതിലും നമ്മുടെ മനോരമ മാക്സിലും സിംപ്ലി സൗത്തിലൊക്കെ വന്ന് അതിന് ഒരുപാട് അഭിലാഷം കണ്ടിട്ട് ആൾക്കാർ കരഞ്ഞതിന് കൈയും കണക്കും ഇല്ല. അപ്പൊ ലോഡ്സ് ഓഫ് മെസ്സേജ് എനിക്ക് കിട്ടി. അതൊരു ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പിന്നെ കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ എനിക്ക് കിട്ടി. ഭരതനാട്യത്തിനും സ്ഥാനാർത്ഥി ശ്രീകുട്ടനും തേർഡ് മോഡലിനും കൂടെ കൂട്ടി. ജയമഹേന്ദ്രൻ എന്തോ അവാർഡ് കിട്ടിയില്ലായിരുന്നോ? ഒരു മാസം കൊണ്ട് എന്തൊക്കെ വിശേഷങ്ങളാണല്ലേ. അതൊരു ഭയങ്കര സന്തോഷം നൽകിയ ഒരു കാര്യമാണ്. പിന്നെ ജയമഹേന്ദ്രന് ബെസ്റ്റ് വെബ് സീരീസ് ഇൻ മലയാളം കിട്ടി. പിന്നെ എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടി. അതും അതായത് കഴിഞ്ഞ 1.5 മാസം അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ കുറെ കാര്യങ്ങൾ നമ്മള് സമ്മാന പെരുമഴ അവാർഡ് മാസം. പിന്നെ നമ്മൾ ആട് 3 തുടങ്ങി. ആട് 3 തുടങ്ങിയത് ഭയങ്കര നോസ്റ്റാൾജി അടിച്ചു എനിക്ക് ആ ലൊക്കേഷനിലേക്ക് ചെന്നപ്പോ. കാരണം നമ്മൾ ഫ്ലാസ്കിലെ സുപ്രധാനമായ 2-3 സീൻസ് ഷൂട്ട് ചെയ്ത അതേ സ്ഥലത്താണ് ആടിന്റെ സെറ്റ് ഇട്ടിരുന്നത്. അപ്പൊ അവിടെ ഭയങ്കര നോസ്റ്റാൾജി ആയിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക്. വീണ്ടും പാലക്കാട് നമ്മുടെ മറ്റേ സീൻ എടുത്തില്ലേ, പാറപ്പുറത്ത് നമ്മൾ കിടക്കുന്നത്. അപ്പൊ അവിടെ മൊത്തം പാറയാണല്ലോ. ആ പാറയിൽ മൊത്തം ഇവര് മണ്ണ് കൊണ്ടിട്ടിട്ട് അതൊരു ഗ്രാമമാക്കി മാറ്റി. സോ ഞാൻ മറ്റേ ഇടി കൊള്ളുന്ന ആ സ്ഥലമൊക്കെ വളരെ നല്ലൊരു പോലും. മഴയുടെ ഒരു പ്രശ്നം കാരണം പിന്നെ എനിക്ക് ദുബായിൽ വെച്ച് എനിക്ക് വേറൊരു ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി. മാസ്റ്റർ വിഷൻ എക്സലൻസ് അവാർഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ ഫ്ലാസ്ക് ആണ്. കഴിഞ്ഞിട്ടില്ലായിരുന്നു. മാസം 30 ദിവസമേ ഉള്ളൂ. അച്ചീവ്മെന്റ് 42. പിന്നെ ഏറ്റവും സന്തോഷം, പിന്നെ ഒരു സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലാസ്ക് ഏറ്റവും പുതിയ പടം ഒരു ഹോൾസം എന്റർടൈനർ ആണ്. ഫാമിലി പടമാണെന്ന് ചോദിച്ചാൽ ഫാമിലി പടമാണ്. എന്നാൽ യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടുന്നു ചോദിച്ചാൽ യങ്സ്റ്റേഴ്സിന് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. അങ്ങനെ ഏജ് കാറ്റഗറി ഒന്നുമില്ല. എല്ലാ ടൈപ്പ് ഓഫ് ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പോകുന്ന ടൈപ്പ് ഓഫ് ഒരു പടമാണ്. ഇതൊരു കോമഡി പടം മാത്രമല്ല, ഇതിൻ്റെ അകത്ത് പല ഇമോഷൻസും പറയപ്പെടുന്ന സിനിമയാണ്.
വീണ്ടും ജയമഹേന്ദ്രന്റെ ടീമുമായിട്ട് ഒന്നിക്കാൻ കിട്ടിയ ഒരു സിനിമയാണ്. പിന്നെ സുരേഷ് ഏട്ടന്റെ അറിയാലോ, പുള്ളി നല്ലപോലെ നമ്മളെ എന്റർടൈൻ ചെയ്യുന്ന ഒരാളാണ് സിനിമയിലും ജീവിതത്തിലും. അതെ, ജീവിതത്തിലും. അപ്പൊ സുരേഷ് ഏട്ടനുമായിട്ട് കുറെ അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി ഈ സിനിമയില്. പിന്നെ സിദ്ധു, ഈ പറഞ്ഞ പോലെ സിദ്ധുവിനെ ഞാൻ ബാക്ക് ഇൻ 2007 ആ സമയത്ത് ആണ് ഞാൻ പരിചയപ്പെട്ടത്. പുള്ളി നിദ്ര ചെയ്യുന്നതിന് കുറച്ചു മുമ്പ് ഫേസ്ബുക്ക് വഴി ഞങ്ങൾ പരിചയപ്പെട്ടത്. ആദ്യം ഞങ്ങള് സിദ്ധാർത്ഥ് ഭരതനെ എനിക്കറിയില്ല, അപ്പൊ ഞാനൊരു വെറുതെ ഒരു ഹലോ അയച്ചു. അപ്പൊ പുള്ളി റെസ്പോണ്ട് ചെയ്തു. പിന്നെ അങ്ങനെ ഞങ്ങള് ചാറ്റിംഗ് തുടങ്ങി. അങ്ങനെ നമ്മള് ഫ്രണ്ട്സ് ആയതാണ്. അദ്ദേഹത്തിന് കുറെ നാളുകൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ആക്ടിംഗിലേക്ക് വരുന്നു. ഡയറക്ട് ചെയ്തായിരുന്നു, പക്ഷെ പിന്നെ ആക്ടിംഗിലേക്ക് വരുന്നു. നേരെ എന്റെ മുമ്പിൽ ഒന്ന് ചാടി. അതെ, അടുപ്പിച്ച് 2 സിനിമകൾ നമുക്ക് ചെയ്യാൻ പറ്റും. സുമതി വളവും നമ്മൾ ചെയ്തു. സുമതി വളവ് ഉടനെ റിലീസ് ഉണ്ട്. ഒരു ഹൊറർ കോമഡി സിനിമയാണ്. അങ്ങനെ 2 പടം നമ്മൾ അടുപ്പിച്ച്. എന്നിട്ട് ആ സെറ്റില് ഞങ്ങൾ ഈ പടത്തെ കുറിച്ച് അവിടെ ഞങ്ങളുടെ വീട്ടിൽ ഇരിക്കുമ്പോഴാണ് രാഹുൽ എന്നെ വിളിച്ചിട്ടേ, അപ്പൊ നമുക്ക് ഏത് പാട്ടാണ്, അപ്പൊ ഒരു പഴയ പാട്ട് നമുക്ക് റൈറ്റ്സ് വേണം ഇതിന്റെ അകത്ത് ഗാനമേളയില് ഞാൻ പാടാൻ വേണ്ടിട്ട്. അപ്പോഴാണ് രാഹുൽ വിളിച്ചു പറഞ്ഞ, ചേട്ടാ നമുക്ക് നീയൻ സർഗ സൗന്ദര്യം എന്നുള്ള പാട്ടിന്റെ റൈറ്റ്സ് നമുക്ക് കിട്ടും ചേട്ടൻ, അപ്പൊ അത് പഠിക്കാൻ തുടങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പൊ സിദ്ധുവിടെ അപ്പുറത്തിരിപ്പുണ്ട്. സിദ്ധുന്റെ അച്ഛൻ ഡയറക്റ്റ് ചെയ്ത് പറഞ്ഞില്ല. അപ്പൊ അതൊരു ഭയങ്കര കോയിൻസിഡൻസ് ആയിരുന്നു. അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടായി ഈ കഴിഞ്ഞ 2 മാസം. ഓക്കെ, അപ്പം ഈ സിനിമയുടെ ട്രെയിലറിൽ നമ്മൾ കണ്ടപ്പം ഇപ്പൊ സുരേഷ് ചേട്ടനാണെങ്കിൽ അതൊരു ജഡ്ജിയുടെ വേഷമാണ്, ഇപ്പൊ പോസ്റ്ററിലാണെങ്കിലും ഉണ്ട്. അപ്പം സൈജു ചേട്ടനാണെങ്കിൽ ഒരു പോലീസ് ഓഫീസറിന്റെ വേഷമാണ്, സിദ്ധാർത്ഥേട്ടൻ ഒരു ക്യാമറമാൻ, ഒരു ക്യാമറമാനോ? അല്ല, ഞാൻ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്ന ഇത് കണ്ടു. ക്യാമറമാൻ ആയിരിക്കും, പട്ടാളക്കാരനാണ്. ഇങ്ങനത്തെ യൂണിഫോം ഉള്ളത്. സോറി, തോക്ക് സഹിച്ചേട്ടന്റെ. സോറി, അയാളൊരു മാവോയിസ്റ്റാണ്. ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഫ്ലാസ്കിലെ? നിങ്ങളെ ഓരോരുത്തരും ക്യാരക്ടർ എന്തൊക്കെയാണ്? ജഡ്ജ് അങ്ങനെയല്ല, അങ്ങനത്തെ ക്യാരക്ടർ അല്ല. ആ ക്യാരക്ടറിന് പല ഷെയ്ഡ്സ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഷെയ്ഡ്സ് എന്തൊക്കെയാ? പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ ആയിട്ടാണ് എന്റെ ക്യാരക്ടർ. ജഡ്ജി ആയിട്ട് സുരേഷ് ഏട്ടൻ, വെങ്കടേഷ് ബാലാജി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. വളരെ നല്ലൊരു മുരടനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിന്റെ PSO ആയിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. എനിക്ക് ആക്ച്വലി പോലീസുകാരനാകാൻ വലിയ താല്പര്യമില്ലായിരുന്നു. എനിക്ക് പാട്ടുകാരനാകാനായിരുന്നു താല്പര്യം. പക്ഷെ പിന്നെ ചില ജീവിതത്തിലെ സാഹചര്യങ്ങൾ കാരണം അങ്ങനെ പോലീസ് ഓഫീസർ ആണ്ടി വന്നു. ഇതിന്റെ അകത്തൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാല്, നമ്മൾ ഒരുപാട് പോലീസ് സ്റ്റോറീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ കാറ്റഗറി ഓഫ് പോലീസ് ഓഫീസേഴ്സ്, അതായത് PSO ആയിട്ട് വർക്ക് ചെയ്യുന്ന അവരെ പറ്റിയൊരു സിനിമ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതായത് മുഴുനീള ആ ക്യാരക്ടറിനെ വെച്ചിട്ടുള്ള ഒരു സിനിമ, അത് ഇതിന്റെ ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു USP എന്ന് തന്നെ പറയാം. നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ സിനിമ കണ്ടിട്ടുണ്ട്, നമ്മള് മാസ് സിനിമകൾ കണ്ടിട്ടുണ്ട്, ഗുണ്ടകളെ നേരിടുന്ന പോലീസുകാരെ കണ്ടിട്ടുണ്ട് സിനിമയിൽ. പക്ഷെ ഇത് വേറെ ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ്. ഇനിയിപ്പം ബാക്കി അതുപോലെ ജഡ്ജിന്റെയും ലൈഫ് അങ്ങനെ ഒരു ത്രൂ ഔട്ട് ജഡ്ജിന്റെ ലൈഫ് അങ്ങനെ നമ്മൾ അധികം പടത്തിൽ കണ്ടിട്ടുണ്ടോ എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു വെറുതെ കോടതിയിൽ ഇരുന്ന് വിധി പറയുന്ന ഒരു ജഡ്ജ് കോമഡി ക്യാരക്ടറാണ് തോന്നുന്നുണ്ട്. കോമഡി ഉണ്ട് എന്ന് വെച്ചാൽ പക്ക ഒരു കോമഡി മൂവിയല്ല. സിറ്റുവേഷനിൽ ചിലപ്പോ നമുക്ക് ചിരിക്കാനുണ്ടായിരിക്കാം, അത് ഓഡിയൻസ് തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ പോകുന്ന ഞങ്ങളുടെ ഒരു എന്താ പറയാ ഒരു ട്രാവൽ ഒരു മൂവി കൂടിയാണ്. ആ യാത്രയിൽ എത്തിപ്പെടുന്നത് എന്റെ ഫ്രണ്ടിലേക്ക്. അങ്ങനെ കൊണ്ടുനടക്കുന്ന ഒരു നല്ലൊരു കറ കളഞ്ഞ ഒരു മാവോയിസ്റ്റ്. രാഹുലേട്ട, എന്തുകൊണ്ടാണ് ഫ്ലാസ്ക് എന്നൊരു പേര് സെലക്ട് ചെയ്യാൻ കാരണം? ഫ്ലാസ്ക് എന്ന് പറയുന്നത് ഈ PSO ജോലി ചെയ്യുന്ന പോലീസുകാരെ മറ്റ് ചില പോലീസുകാർ കളിയാക്കി, ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ കളിയാക്കി പറയുന്ന ഒരു പേരാണ്. അതൊരു ശരിക്കും അതിനകത്തൊരു ചെറിയൊരു ഐഡന്റിറ്റി ക്രൈസിസിന്റെ ഒക്കെ ഒരു പ്രോബ്ലം ഉണ്ട് അതിനകത്ത്. കാരണം അവരുടെ ജോലിയെ ശരിക്കും അക്നോളജ് ചെയ്യാതെ, അവരുടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ജോലിയാണ്, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ അതിനെയൊന്നും കാര്യമായി അക്നോളജ് ചെയ്യാതെ ഏതോ ഒരു പോലീസുകാരനെ ആർക്കോ ഒരു ചായ ഒഴിച്ചു കൊടുക്കുന്നല്ലോ എവിടെയോ കണ്ടിട്ടാവും ചിലപ്പം ഇത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ
അവരുടെ ഒരു ഇതിനെ പറയുന്ന അങ്ങനത്തെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട് ആ പേരിന്. അപ്പൊ അത് ഇവരുടെ ഈ ജേർണിയിലുടനീളം ഈ ക്യാരക്ടേഴ്സിനകത്ത് അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാനൊരു സെഗ്മെന്റിലേക്കാണ് കൊണ്ടുവന്നത്. ഈ സെഗ്മെന്റിന്റെ പേരാണ് മലയാളം മാത്രം. അപ്പൊ ഞാനൊരു കാര്യം പറയും, അപ്പൊ അതിന് നിങ്ങൾ മലയാളത്തിൽ മാത്രം വേണം എന്റെ അടുത്ത് പറയാൻ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് സുരേഷ് ചേട്ടന്റെ അടുത്താണ്. അപ്പം ഫ്ലാസ്ക് എന്നാണല്ലോ നമ്മുടെ സിനിമയുടെ പേര്. ഫ്ലാസ്കിന്റെ മലയാളം എന്താണെന്ന് അറിയോ? ഫ്ലാസ്കിന് മലയാളം ഉണ്ടോ? ഫ്ലാസ്കിന് മലയാളം ഉണ്ട്. ഞാൻ പറയട്ടെ, ശൈത്യബാധ നിരോധന കുപ്പി. കറക്റ്റ്. അത് കേൾക്കുമ്പോ മനസ്സിലായി. ഓക്കെ. ശൈത്യബാധ നിരോധന കുപ്പി എന്ന ചലച്ചിത്രത്തെ പറ്റി ഒരു നിമിഷത്തിനപ്പുറം ആംഗലേയ പദങ്ങളില്ലാതെ സംസാരിക്കുക. ഞാൻ തോറ്റു. ഇല്ല, ട്രൈ ചെയ്യും. ഇംഗ്ലീഷ് വരുമെന്നായി. ഞാൻ പഠിച്ചതല്ല ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. വീട്ടില് മമ്മി ഇംഗ്ലീഷ് ആണ്. ഊട്ടിയിലെ ബോർഡിംഗ് സ്കൂൾ ഡാഡി മമ്മി എല്ലാവരും ഇംഗ്ലീഷുകാരാണ്. എന്നാലും ശൈത്യബാധ നിരോധന അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ആ പരിപാടിക്ക് വേണ്ട. സിനിമയെ പറ്റി പറയാനല്ല പറഞ്ഞു. ചലച്ചിത്രത്തെ ഈ ചലച്ചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ കഥാപാത്രം അതൊക്കെ പെട്ടുപോയി. മജിസ്ട്രേറ്റ് എല്ലാം നമുക്ക് ഇംഗ്ലീഷ് വാക്കല്ലേ മലയാളത്തിലുള്ള ന്യായാധിപൻ. ഈ ചലച്ചിത്രത്തിൽ ഞാനൊരു ന്യായാധിപന്റെ വേഷമാണ് അവതരിപ്പിക്കുന്നത്. എന്റെ കൂടെ എന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ ഞാൻ എന്ത് പറയും? അതൊന്നും വലിയ പാടാണ്. ചേട്ടാ പറയാൻ പറ്റുമോ? ട്രൈ ചെയ്യാം. ഇവർക്ക് പറയാൻ പറ്റും. ഇവര് മലയാളം പഠിച്ച ആൾക്കാർ. രാഹുൽ റിജി നായർ എന്ന് പറഞ്ഞ സംവിധായകന്റെ പടത്തിൽ ഞാൻ നേരത്തെ അഭിനയിച്ചിട്ടുണ്ട്. ഡാഗ്നി എന്നാണ് ആ ചലച്ചിത്രത്തിന്റെ പേര്. ഞങ്ങളത് ഊട്ടിയിലാണ് ചിത്രീകരിച്ചത്. സിനിമയെ പറ്റിയല്ല. ആ ചലച്ചിത്രത്തിൽ എനിക്ക് അനുഭവപ്പെട്ടത് ഈ പറഞ്ഞ രാഹുൽ റിജി നായർ ഒരു നല്ല സംവിധായകനും അതിലുപരി ഒരു നല്ല റൈറ്ററും സുരേഷ് കൃഷ്ണ എന്ന ബോധ്യപ്പെടുത്തൽ നക്ഷത്രത്തെ പറ്റി ഒരു നിമിഷത്തിൽ കവിഞ്ഞ് സംസാരിക്കുക. വർഷങ്ങൾക്ക് മുമ്പേ എന്റെ അമ്മയാണ് സുരേഷിനെ കുറിച്ച് പറയുന്നത്. അതായത് പറഞ്ഞത് കേട്ടപ്പോ ഞാൻ തന്നെ ഞെട്ടി. എന്താ വെച്ചാൽ ഞാൻ അതിന് മുന്നേ കണ്ടിട്ടുള്ള പുള്ളിക്കാരന്റെ മറ്റു കഥാപാത്രങ്ങൾ, അതായത് പേടിപ്പിക്കുന്ന കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങളാണ്. അപ്പോ അങ്ങനെ കുറിച്ച് തന്നെയാണോ ഈ പറയുന്നത്? അല്ല, നീ വിചാരിക്കണ പോലെ അല്ല, അയാള് വേറൊരു ഭയങ്കര നല്ല പയ്യനാണ് അങ്ങനെ പറഞ്ഞ അപ്പൊ എനിക്ക് മനസ്സിലായി. ഓക്കെ, അവര് തമ്മിലൊരു സൗഹൃദം ഉണ്ട്, നല്ല ഇതാണ്, അമ്മ റെക്കമെൻഡ് ചെയ്യും എന്നുള്ളതിന്റെ ഒരു അത് പോയി. അടുത്തത് രാഹുലേട്ടാ. പക്ഷെ ഒരു മിനിറ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നു. രാഹുലേട്ടാ, ചലച്ചിത്ര പ്രദർശനശാലകളിൽ സാധാരണക്കാരന് താങ്ങാനാവാത്ത വിധം ഉയർന്ന വിലയിൽ ചോളപ്പൊരിയും ശീതളപാനീയങ്ങളും പലഹാരങ്ങളും വിൽക്കപ്പെടുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? അല്ല, ഒരു ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. അതിനൊരു ഇതുണ്ടല്ലോ, ഒരു എന്താണ്, ഒരു കപ്പം ഉണ്ടല്ലോ, അതിന്റെ പേര് നിങ്ങൾക്ക് അറിയുമോ? കപ്പോ? അതുപോലെ അറിയില്ല. അതെനിക്കറിയില്ല. എനിക്ക് ചോദ്യം ചോദിക്കാനല്ലോ, എനിക്ക് ഇതിനുള്ള ബുദ്ധിയില്ല. ഇതിനെ പറ്റിയുള്ള എന്റെ അഭിപ്രായം എന്താണോ?
ചൂളപ്പൊരിയും ശീതള പാനീയങ്ങളും ഒക്കെ നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. സിനിമ കാണാൻ വരുന്നവർ അല്ലെ ചലച്ചിത്ര പ്രദർശനശാലകളിൽ എത്തുന്നവർ ചലച്ചിത്രം കണ്ട് വീട്ടിൽ പോയി ആഹാരം ഉണ്ടാക്കി കഴിച്ചാൽ ആരോഗ്യകരമായൊരു തീരുമാനമായിരിക്കും. സാമ്പത്തികപരമായിട്ടും കുടുംബങ്ങൾക്ക് അതൊരു ആശ്വാസമായിരിക്കും. ഓക്കെ, അപ്പം ഈ സെഗ്മെന്റിൽ നിന്നും വേറൊരു സെഗ്മെന്റിലേക്കാണ് കൊണ്ടുവന്നത്. ഈ സെഗ്മെന്റിന്റെ പേരാണ് ദിസ് ഓർ ദാറ്റ്. അപ്പം എന്തുകൊണ്ട് ആ ഒരു ദാറ്റ് അല്ലെങ്കിൽ ദിസ് ചൂസ് ചെയ്യണം എന്നും കൂടെ പറയണം. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ രാഹുലേട്ടനോടാണ്. ടെക്കിയായ രാഹുൽ രജി നായർ സിനിമയിലേക്ക് വന്നപ്പോ ഉള്ള മാറ്റം. എ, ഒരു സ്ഥിര വരുമാനം പോയി കിട്ടി. ഓപ്ഷൻ ബി, പുതിയ സിനിമയ്ക്ക് കഥ ആലോചിച്ചുള്ള ടെൻഷൻ. ഏത് ചൂസ് ചെയ്യും? ഇതിലേത് ചൂസ് ചെയ്യും? എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യണം കൂടെ പറയണം കേട്ടാ. എപ്പോഴും പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള കഥ ആലോചിക്കുന്ന ടെൻഷനാണ്. സ്ഥിര വരുമാനത്തെ പറ്റി ടെൻഷനാണോ അതിനു വേണ്ടിയുള്ള ഒരു സെർച്ച്. അത് എപ്പോഴും അതാണ് കൂടുതൽ പേടിയാവുന്നത്, അലട്ടുന്നത്. വരുമാനം ഭാര്യക്ക് ജോലി ഉള്ളതുകൊണ്ട് ഇതുവരെ ബുദ്ധിമുട്ട്. ഭാര്യയുടെ ശമ്പളത്തിൽ ജീവിച്ച് ഞാൻ ശീലമായി. അത് ഞാൻ സംതൃപ്തനായിരുന്നു. എന്റെ ഭാര്യ എന്നെ വളരെ നന്നായിട്ടാണ് നോക്കിയിട്ടുള്ളത് ഇല്ലാത്ത കാലങ്ങളിൽ. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. എന്നാ പക്ഷെ പുതിയ കഥയ്ക്ക് വേണ്ടിയുള്ള തെരച്ചില്, പുതിയ കഥ കണ്ടെത്തുന്നത്, അത് ചില കഥകൾ നമ്മൾ ഒരുപാട് നാൾ അതിന്റെ കൂടെ സഞ്ചരിച്ച് കഴിയുമ്പോൾ അയ്യോ ഇത് പോരാൻ തോന്നും. അപ്പം അടുത്തത് കണ്ടെത്താൻ ശ്രമിക്കുക. അതിനും അപ്പൊ അതിനേക്കാൾ കൂടുതൽ പറയുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം ഇപ്പോഴത്തെ ഒരു യങ്ങർ ജനറേഷൻ ജെൻസിക്ക് ഇഷ്ടപ്പെടുന്ന മ്യൂസിക് എന്താ, അവരുടെ ടേസ്റ്റ് എന്താ, ഇത് ശരിക്കും എന്നെ ഭയങ്കരമായിട്ട് ആസ് എ ഫിലിം മേക്കർ കൺസേൺ ചെയ്യുന്നുണ്ട്. കാരണം എനിക്കിത് മനസ്സിലാവുന്നില്ലേ, എനിക്ക് ഇവർ ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് സിനിമകൾ എന്താ. ഇപ്പൊ നമ്മള് ഇഷ്ടപ്പെടാത്ത പല മെറ്റീരിയൽ ഇവർക്ക് അപ്പം അവരെന്താണ് അതിൽ കാണുന്നത്. അപ്പൊ അവരുമായിട്ട് അവരുടെ ഇഷ്ടങ്ങൾ എന്താ, അവരുടെ പ്രിഫറൻസസ് എന്താ, കോണ്ടന്റിനകത്താണെങ്കിൽ അല്ലെ ഫുഡിനകത്താണെങ്കിൽ മ്യൂസിക്കിനകത്താണെങ്കിൽ ഇതിനകത്ത് അപ്ഡേറ്റഡ് ആവാൻ ഞാൻ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് ഞാൻ കോൺഷ്യസ്ലി അത് പഠിക്കും. ഞാൻ അങ്ങനെ മലയാള സിനിമ പാട്ടുകൾ മാത്രം കേട്ട് വളർന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ ഇപ്പം കൊറിയൻ പോപ്പൊക്കെ കേൾക്കാൻ തുടങ്ങി. കെ പോപ്പ് എനിക്കറിയാം. അപ്പം അത് ഞാൻ പറഞ്ഞ ഇവരൊക്കെ കേൾക്കുന്ന എന്താണെന്ന് കേട്ടിട്ട് അത് കേൾക്കാൻ എനിക്കത് ചിലപ്പോൾ ആദ്യമൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഉമ്മാർ എന്തോ ഈ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല, ഭാഷ പോലും കണക്ട് ആവുന്നില്ല. പക്ഷെ പർപ്പസ്ഫുള്ളി അത് കേൾക്കാൻ, അല്ലെങ്കിൽ ആ മ്യൂസിക്, അവര് ഇഷ്ടപ്പെടുന്ന ഗെയിംസ്, ഇപ്പം നമ്മൾ കളിച്ച കളികളൊന്നുമല്ല. ഇവര് പറയുന്ന ലിംഗോ ഇവരുടെ ഭാഷ മനസ്സിലാക്കാൻ എനിക്ക് ഇവര് ചില വാക്കുകൾ പറയുമ്പോൾ എനിക്ക് ഇൻസെക്യൂർ ആവാറുണ്ട്. അല്ലാതെ ഇവരുടെ റെഗുലർ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് കണക്ട് ആയില്ലെങ്കിൽ അത് ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഇൻസെക്യൂർ ആക്കാറുണ്ട്. അതെന്ന് പറയുന്നത് എനിക്ക് ഞാൻ ചെയ്യുന്ന സിനിമകൾ അവർക്കും അപ്പീൽ ചെയ്യണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അപ്പം അവർക്ക് കൂടി കണക്ട് ആവുന്ന കഥകള്, അവർക്ക് കണക്ട് ആവുന്ന മ്യൂസിക്, ഇതെല്ലാം ഞാനും അതിനോടൊരു അഭിരുചി വളർത്തുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ കഥകൾ അന്വേഷിക്കുമ്പോൾ ആ സെർച്ച് ഇച്ചിരി കൂടെ ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, അടുത്തത് സിദ്ധാർത്ഥേട്ടനോടാണ്. താടി വെക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. സിദ്ധാർത്ഥേട്ടൻ താടി വെക്കുന്ന, എനിക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ താടി ഓക്കെ. സിദ്ധാർത്ഥ് ഭരതൻ താടി വെക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. താടി ഉള്ളത് കൊണ്ട് ബുദ്ധിജീവി തോന്നൽ മറ്റുള്ളവരിൽ ഉണ്ടാക്കാം. അടുത്തത് എവിടെ പോയി? താടി വെക്കാനുള്ള പൈസ സേവ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു മനസ്സ്. ഒരു ഷേവിന്റെ പൈസ സേവ് ചെയ്യണം. 150 രൂപ. ബുദ്ധിജീവി വർക്കാവും സംവിധായകനാണല്ലോ. അപ്പം ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമതൊരു ഓപ്ഷൻ ഞാൻ മടി എന്നുള്ളൊരു സാധനം പറയുന്നത് മടിയാണ്. അത് സത്യത്തിൽ അതാണ്. അതിങ്ങനെ വളർന്നോളും, വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വന്നാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അടുത്തത് സൈജു ചേട്ടനാണ്. സൈജു കുറുപ്പ് സ്വയം ശപിക്കുന്നത് എപ്പോൾ? ഓപ്ഷൻ എ, ഫോൺ ചാർജ് ചെയ്യാൻ വെച്ച് സ്വിച്ച് ഓൺ ആക്കാൻ മറക്കുമ്പോൾ. ഓപ്ഷൻ ബി, കുളിക്കാൻ കയറി ടവൽ എടുക്കാൻ മറക്കുമ്പോൾ. കുളിക്കാൻ കയറി ടവൽ എപ്പോഴും സംഭവിക്കുന്നത്. ഓക്കെ, അടുത്ത സുരേഷ് ചേട്ടനോടാണ്. സുരേഷ് കൃഷ്ണ ഏറ്റവും കൂടുതൽ ജീവിതത്തെ വെറുക്കുന്നത് എപ്പോൾ? ഓപ്ഷൻ എ,
മുഖ്യ ബിസ്ക്കറ്റ് ചായയിൽ വീഴുമ്പോൾ. ഓപ്ഷൻ ബി എല്ലാ മാസവും 1-ാം തീയതി ഡ്രൈ ഡേ ആണെന്ന് ഓർക്കുമ്പോൾ. എനിക്കൊരു മൂന്നിലും അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. എന്റെ ആദ്യം എന്തായിരുന്നു? ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റ് ഞാൻ ചായ കുടിക്കില്ല, ബിസ്ക്കറ്റും കഴിക്കാറില്ല. ഒന്ന്. നെക്സ്റ്റ് ഫസ്റ്റ് എന്തായിരുന്നു? എല്ലാ മാസവും. ലൈഫ് വെറുക്കുന്നതല്ല ചോദിച്ചത്. അതെ, വെറുക്കുന്ന ഈ രണ്ട് കാര്യത്തിലേതോ? ഈ രണ്ട് കാര്യത്തില് 1-ാം തീയതി ഡ്രൈ ഡേയിലും ഞാൻ അങ്ങനെ വെറുക്കാറില്ല. സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്ക് ഉണ്ടാവും. കോവിഡ് സമയത്ത് പോലും എന്നെ അപ്പൊ അതുകൊണ്ട് എനിക്കത് ഞാൻ ഉത്തരം പറയാനാണ്. ഞാൻ അങ്ങനെ ഒന്നാമത് ജീവിതം വെറുക്കാറില്ല. ഇല്ല, അങ്ങനെ ഒന്നും തളർന്നു കൊടുക്കുന്ന ആളല്ല. ഓരോ ദിവസവും ഓരോ നിമിഷവും ജീവിതം ആസ്വദിക്കുക എന്ന് ചിന്തിക്കുന്നതും അതുപോലെ ചെയ്യുന്നതും ആയിട്ടുള്ള ആളാണ്. ഓക്കെ, അടുത്ത് വീണ്ടും രാഹുൽ ഏട്ടാ. എവിടെ പോയി? ഇത് ഓരോ സെഗ്മെന്റ് കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. രാഹുൽ രജി നായർ രാഹുൽ രജി നായർക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ എപ്പോൾ? വാതിലിലെ പുഷും പുള്ളും മാറുമ്പോൾ. ഓപ്ഷൻ ബി ഇപ്പോ സിനിമ ഒന്നുമില്ലേ എന്ന ചോദ്യവുമായി ബന്ധു അടുത്തേക്ക് വരുമ്പോൾ. വാതിലിലെ പുഷ്പങ്ങൾ മറ്റേ ശീലമായി. നമ്മളിപ്പോ ഷൂട്ടിംഗ് പിന്നെ അത് ആർക്കും ശീലമാകത്ത. ഇപ്പൊ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നിട്ടുള്ള പിറ്റേ ദിവസമായിരിക്കും നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇപ്പൊ പടമൊന്നുമില്ലേ എന്ന് ചോദിക്കും. അപ്പൊ അത് ഈ ഗൾഫുകാർക്ക് പണ്ട് ജഗതി സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം നിലം തൊടാ വീട്ടിൽ വരാൻ സമയമില്ലാതെ ഷൂട്ട് ചെയ്യുന്ന കാലത്ത് ഒരു ദിവസം വീട്ടിൽ വരുമ്പോ ആരെങ്കിലും വഴി പടമൊന്നും ഇല്ലല്ലേ എന്ന് ചോദിക്കും. ഇല്ല, ഇപ്പൊ റെസ്റ്റാ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് മറ്റേതിപ്പം എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സിനിമാക്കാർക്കും പറ്റാറുണ്ട്. ശീലമാവുന്ന നമുക്ക് ടെൻഷനാവും. ഓക്കെ, അടുത്തത് സിദ്ധാർത്ഥ് ഭരതൻ ഏറ്റവും അധികം കിണങ്ങി ശ്രമിച്ചത് എന്തിന്? എന്ത് ശ്രമിച്ചത്? ഹാർഡ് വർക്ക്. അതെ, അതന്നെ. സെലോ ടേപ്പ് പൊളിക്കാൻ, വയറുള്ള ഇയർഫോണിന്റെ കുരുക്കഴിക്കാൻ. സെല്ലോ ടൈപ്പ് പൊളിക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ് ശരിക്കും. അത് എവിടെയാണെന്ന് അറിയണ്ട ആദ്യം. ഓക്കെ, സൈജേട്ടാ, സൈജു കുറുപ്പിന് തന്റെ ഈ വലിയ കണ്ണുകൾ കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപദ്രവം എന്താണ്? ഓപ്ഷൻ എ എന്തെങ്കിലും കള്ളത്തരം ചെയ്താൽ കണ്ണു നോക്കി ഭാര്യ വേഗം പിടിക്കും. ഓപ്ഷൻ ബി വലിയ കണ്ണ് ഉള്ളത് കൊണ്ട് കണ്ണുകൊണ്ട് കൂടുതൽ എക്സ്പ്രഷൻ നൽകാൻ പറഞ്ഞ സംവിധായകർ ബുദ്ധിമുട്ടിക്കും. രണ്ടുണ്ട്. എന്ത് കള്ളത്തരം പെട്ടെന്ന് പിടിച്ചിട്ടുള്ളേ? കള്ളത്തരം ഞാൻ ഒരു പ്രാവശ്യം വീട്ടില് അല്ല പറഞ്ഞേക്കാം. അതായത് ഒരു പ്രാവശ്യം വീട്ടിലൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ 2-3 പേക്ക് അടിച്ചു. അപ്പൊ ഈ അടുപ്പിച്ച് പിറ്റേ ദിവസം കൂടെ അടിക്കുന്നത് അത്ര ഭാര്യക്ക് താല്പര്യമില്ല. മാസത്തിൽ ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം ഇതൊക്കെയാണ്. അപ്പൊ ഈ അടുപ്പിച്ച് അടിച്ചാൽ ഞാനത് ഒരു പ്രാവശ്യമായിട്ട് എടുക്കുള്ളൂ. അപ്പൊ അത് കാരണം ഞാൻ പിറ്റേ ദിവസം ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് ഗെറ്റ് ടുഗദറിൽ അടിക്കേണ്ടി വന്നു. തിരിച്ചു പോകുന്ന വെച്ചാൽ നോക്കി ഉള്ളിൽ ഇതുണ്ടല്ലോ കുറ്റബോധം. അപ്പൊ നമ്മള് സംസാരിക്കുന്നതൊക്കെ വളരെ യാന്ത്രികമാവും, ലാലേട്ടൻ പറഞ്ഞ പോലെ. അപ്പൊ അങ്ങനെ എന്റെ കണ്ണ് കണ്ടിട്ട് സംസാരം കേട്ടിട്ട് വൈഫ് പൊക്കി തന്നെ. പക്ഷെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യരുത് പറഞ്ഞിട്ട് അടിച്ചോ. രണ്ടാമത്തെ എന്തായിരുന്നു? എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അത് ചില ആൾക്കാര് പറയും. അപ്പൊ ഞാൻ ഓർക്കും, ഞാനിപ്പോ ഇത്രയും പടത്തിൽ ഭയങ്കര എനിക്കത് ഞാനങ്ങനെ കണ്ണുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള എനിക്കറിയില്ല. അഭിനയിക്കുമ്പോ ചിലപ്പം കണ്ണിൽ ചിലപ്പോ വരുന്നുണ്ടോ എനിക്കറിയില്ല. ഈ കണ്ണിട്ട് എന്താ പരിപാടി എനിക്കറിയില്ല. എന്റെ മകനും മോക്കും ഒക്കെ നല്ല വലിയ കണ്ണാണ്. എന്റെ മോനെ അവൻ പറയാറുണ്ട്, ബസ്സില് പിള്ളേര് കളിയാക്കുന്നു ബിഗ് ഐസ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ നിനക്ക് ഇപ്പൊ അതിന്റെ ഒരു ഇത് മനസ്സിലാവില്ല, വലുതായി കഴിയുമ്പോഴത്തേക്കും ചിലപ്പം ഒരു പക്ഷെ ഇതൊരു പ്ലസ് ആയിട്ട് മാറും. അപ്പൊ ആക്ച്വലി ഈ കൊച്ചിലെ അങ്ങനെ സംഭവിക്കുന്നത്, ഈ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ അവരിങ്ങനെ നമ്മളെന്തെങ്കിലുമൊക്കെ ബോഡി ഷെയ്മിങ് എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മളെ പറയാറുണ്ട്. ഇപ്പം എന്റെ ലിപ്സിന് ഇപ്പോൾ ഉള്ള വലിപ്പം തന്നെ അന്നും ഉണ്ടായിരുന്നു ഞാൻ ചെറുപ്പത്തിലും. അപ്പൊ ഈ അന്ന് ഈ
ചില അങ്ങനെയുള്ള ആക്ടേഴ്സിന്റെ ഇത് വെച്ചിട്ട് കളിയാക്കുമായിരുന്നു. അപ്പൊ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഷാറുഖ് ഖാൻ വന്നു. ഷാറുഖ് ഖാൻ സൂപ്പർ സ്റ്റാർ. അത് സുരേഷ് ചേട്ടനോടാണ്. സുരേഷ് കൃഷ്ണ ഏറ്റവും നന്നായി കൺവിൻസ് ചെയ്ത് ഒഴിവാക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ എ, വീണ്ടും ചതിയൻ റോൾ ഓഫർ ചെയ്യുന്ന സംവിധായകരെ. ഓപ്ഷൻ ബി, ഡയറ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റി ഇഡ്ഡലി ഓഫർ ചെയ്യുന്നവരെ. ഓപ്ഷൻ സി ഉണ്ട്. സി ഉണ്ടോ? ആരെയാ? ഇന്റർവ്യൂ ചോദിക്കുന്നവർ. ഇന്റർവ്യൂലെ ചോദ്യങ്ങൾ. ഇന്റർവ്യൂലെ ചോദ്യങ്ങൾ രണ്ടും എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഫസ്റ്റ് പിന്നെന്താ, തീർച്ചയായും എന്റെ പ്രൊഫഷൻ അല്ലേ, അപ്പൊ തീർച്ചയായിട്ടും ഞാൻ സ്വീകരിക്കും സന്തോഷത്തോടു കൂടി തന്നെ. പിന്നെ ഇഡ്ഡലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. 45 ഇഡ്ഡലി ഒന്നും കഴിച്ചിട്ടില്ലേ? ഉണ്ടായിരുന്നു. എങ്ങനെ കഴിക്കാൻ പറയണേ? ഞാനൊരു പെട്ടെന്ന് ഒറ്റടിക്ക് ഇരുന്ന് ഇപ്പൊ കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് ആ പ്രായം ഇതൊക്കെയുള്ളത്. അപ്പം സെഗ്മെന്റ് കഴിഞ്ഞു. അപ്പം സൈചേട്ടനാണെങ്കിൽ സൈചേട്ടന്റെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞ കാര്യമാണ് ആട് 3നെ പറ്റി. അന്ന് ഞാൻ ചോദിച്ചു ആട് 3 കൈക്കുഴ കുഞ്ഞപ്പനെ കൈ വെട്ടുമെന്ന്. ഇപ്രാവശ്യം എനിക്ക് ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഒരുപാട് റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. ആട് 3 3 കാലഘട്ടം കാണിക്കുന്നുണ്ട്. പ്രസന്റ്, 500 വർഷം മുന്നേ, 500 വർഷത്തിന് ശേഷം, മമ്മൂക്കുണ്ട്, ലാലേട്ടനുണ്ട്. എന്തൊക്കെയാണ് ഇതിനകത്തുള്ള സത്യാവസ്ഥ? ഇവരൊക്കെ ഉണ്ടോന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ ചിലപ്പോ കാണാം കേട്ടോ. ബോളിവുഡിൽ നിന്നും ഒക്കെ കാണാം. അല്ല ഇപ്പൊ ഞാൻ ചേർത്താണ്. ഞാനായിട്ട് സർപ്രൈസ് ഉണ്ട്. പിന്നെ 3 കാലഘട്ടമല്ല, 2 കാലഘട്ടം. യെസ്, ആ 2 കാലഘട്ടം ഉണ്ട്. വളരെ ടൈം ട്രാവലാണ്. ഒരു വെറൈറ്റി ജോണറാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് ടൈം ട്രാവൽ സിനിമകൾ കണ്ടില്ലല്ലോ. അപ്പൊ അതൊരു വളരെ രസം, എന്താ ഞാൻ പറയുക, ഭയങ്കര രസമുള്ളൊരു സിനിമയായിരിക്കും. അപ്പൊ ആട് 3 ഒരു പറഞ്ഞ പോലെ ആട് 1ഉം 2 ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതൊക്കെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് രസിച്ചു, ഭയങ്കരമായിട്ട് ചിരിച്ചു ആൾക്കാർ. ഇതില് thoroughly ആൾക്കാരെ ചിരിപ്പിക്കുന്ന തേർഡ് പാർട്ടായിരിക്കും. ഭയങ്കര കുറച്ചുകൂടെ ഒരു വലിയ ക്യാൻവാസിലാണ് ഈ പടം ഷൂട്ട് ചെയ്യപ്പെടുന്നത്. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ആട് 1ഉം 2ഉം കൂടെ ചേർത്താൽ എത്രമാത്രം ബഡ്ജറ്റ് ആയിരുന്നു, അതിനേക്കാളും ഒക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണ് ആട് 3യുടെ ബഡ്ജറ്റ്. സോ അത് എന്തായാലും നമുക്ക് ആൾക്കാർക്കൊരു പ്രതീക്ഷയുണ്ടല്ലോ ആടിന്റെ തേർഡ് പാർട്ട് എന്ന് പറയുമ്പോൾ. അതിനേക്കാളും മേളിലായിരിക്കും അത് നമ്മൾ കൊടുക്കുന്നത്. അതെ, ഞാനത് കേട്ടതാ. വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ഓക്കെ, അപ്പം ആട് 1 ആണെങ്കിൽ തിയേറ്റേഴ്സിൽ അത്ര വിജയമായില്ലെങ്കിലും പിന്നെ പ്രിന്റിൽ വന്നപ്പോൾ ഭയങ്കര വിജയമായിരുന്നു. അതുപോലെ തന്നെയാണ് ഭരതനാട്യം OTT ഭയങ്കര ഗംഭീര റെസ്പോൺസ് ആയിരുന്നു. അപ്പം മോഹിനിയാട്ടം ഇനി വരാൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നു. അപ്പം ആട് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നല്ലോ. ആ ഒരു പ്രചോദനമാണോ മോഹിനിയാട്ടം ചെയ്യാൻ ചേട്ടനെ പ്രേരിപ്പിച്ചത്? ഡെഫിനറ്റ്ലി ഞങ്ങളുടെ എല്ലാവരുടെയും പ്രചോദനം ആട് തന്നെയാണ്. വെച്ചാല് തിയേറ്ററിൽ വർക്ക്ഔട്ട് ആകാത്തൊരു പടം പിന്നെ അത് വേറെ പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആവുന്നു. അപ്പം അത് തന്നെ ആട് തന്നെയാണ് നമ്മുടെ പ്രചോദനം. അന്നത് കൃഷ്ണദാസ് എന്നാണ് നമ്മുടെ റൈറ്റർ ഡയറക്ടറുടെ പേര്. മിഥുനുമായിട്ട് ഞങ്ങള് ഒരു ദിവസം സ്ക്രിപ്റ്റ് റീഡിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ മിഥുനോട് അവൻ ഡയറക്റ്റ് പറഞ്ഞു, ചേട്ടാ നിങ്ങളാണ് നമ്മുടെ പ്രചോദനം. ഡെഫിനറ്റ്ലി അത്. ഓക്കെ, സുരേഷ് ചേട്ടാ, കൺവിൻസിംഗ് സ്റ്റാർ എന്നുള്ള പേര് പോലെ ഇവർക്ക് രണ്ടുപേർക്കും ചേട്ടൻ ഒരു പേര് കൊടുക്കാൻ പറഞ്ഞ ചേട്ടൻ എന്ത് കൊടുക്കും? സൈജു ചേട്ടനും സിദ്ധാർത്ഥ ചേട്ടനും. ഓക്കെ, സ്റ്റാറുകളൊന്നുമില്ല. സ്റ്റാർ കൊടുക്കാറായിട്ടില്ല. അപ്പം ജൂലൈ 18 ഇറങ്ങാൻ പോകുന്ന ഫ്ലാസ്കിനെ പറ്റി നിങ്ങൾക്ക് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും തിയേറ്ററിൽ വരിക, ഈ സിനിമയെ കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. തീർച്ചയായിട്ടും ഒരു വളരെ പുതുമയുള്ള ഒരു സബ്ജക്റ്റും പുതുമയുള്ള കുറേ കഥാപാത്രങ്ങളും ഒക്കെയാണ് ഇതിനകത്തുള്ളത്. എല്ലാ വിഭാഗക്കാർക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു സിനിമയായിരിക്കും. തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം എന്നുള്ള അഭ്യർത്ഥന മാത്രം. ഓക്കെ, അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. Joy of jewelry shopping. Biggest joy of jewelry shopping ഇതാ ആരംഭിക്കുന്നു. Jewelry shoppingന്റെ യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയൂ. Joy Alucas, world's favorite jeweler.